രാവിലെ നമ്മൾ ഒരു 7:20 കൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ റോസ്മലയിലേക്ക് പോകുന്നതിനുള്ള കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിൽ. ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. എന്നുവെച്ചാൽ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ആദ്യം വിചാരിച്ചു ലൈവ് വോയിസ് കൊടുത്തിട്ട് ഈ വണ്ടിയിലിരിക്കുമ്പം ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വോയിസ് ഓവർ നല്ല എന്ന് വെച്ചാൽ ഭയങ്കര കാറ്റിൻ്റെ ശബ്ദവും വണ്ടികളുടെ ശബ്ദം കാണണമെന്ന് കേൾക്കാൻ വയ്യ. അതിനാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. പിന്നെ ലൈവ് വോയിസ് കൊടുക്കുന്ന വീഡിയോസ് തുടർന്ന് പോകുമ്പോഴത്തേക്ക് എല്ലാവരെയും കാണാൻ കഴിയും. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അത് നമ്മൾ പോകുന്ന വഴിക്ക് ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ നോർമൽ ഇറങ്ങുന്നതൊക്കെ തണുപ്പൊന്നുമില്ല. പക്ഷേ ഈ കാടിനോട് അടുക്കുമ്പോഴത്തേക്കും നല്ല തണുപ്പും പിന്നെ നല്ല കാറ്റുമൊക്കെ ഇട്ട് നമ്മൾ അടിപൊളിയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ചുറ്റും എന്ന് വെച്ചാൽ ഈ തണുപ്പിനോടാകുന്ന കാടിൻ്റെ ഉള്ളുകൂടെ എന്ന് വെച്ചാൽ ചുറ്റും മൊത്തം കാടും. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാനുള്ള വീഡിയോസൊന്നും നമ്മളിത് ജസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. പോകുന്ന വഴിക്ക് മൊത്തം കുന്നും മലകളും ഒക്കെ ആയിട്ട് പിന്നെ നല്ല ഹയർപ്പിനും നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കുരങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇത് നമ്മളെ തെന്മലയാണ്. മാക്സിമം ഞാൻ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം വെച്ചാൽ തെന്മല സൂം ചെയ്ത് കാണാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് കാണുന്ന എല്ലാം തെന്മല ഡാമാണ്. ഇത് തെന്മല ഡാമിൻ്റെ മെയിൻ എൻട്രൻസ്. നമുക്ക് ഇതുവഴി തെന്മലയിലേക്ക് കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര തുടർന്ന് പോകുന്ന വഴിക്കെല്ലാം നല്ല ഹയർപ്പിന്നും കൊടും കാട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുരങ്ങനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ പുതുതായിട്ട് കേൾക്കുന്ന നല്ല സ്ഥലപ്പേരുകളൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്ത നല്ല സ്ഥലപ്പേരുകളും ഒക്കെ ആയിട്ട് നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാം. എന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് നല്ല കിടിലൻ കാഴ്ചകളൊക്കെ ഞാൻ മാക്സിമം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ അത്ര ലെങ്ത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാ കാഴ്ചകളും തുടർന്ന് കാണുക. ഓക്കെ. നമ്മൾ ഈ പോകുന്ന റോഡുകളെല്ലാം അത്യാവശ്യം നല്ല ഹയർപ്പിന്നാണ്. എന്ന് വെച്ചാൽ ഈ പാലത്തിൻ്റെ പേര് എനിക്കറിയില്ല. എന്തെങ്കിലും പേര് പറയുമോയെന്ന് അറിയില്ല. ജസ്റ്റ് പേരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഈ പാലത്തിന് മുന്നിൽ കൂടെ നല്ല ട്രെയിൻ പോകുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഈ ട്രെയിൻ വഴി പോകുന്നത് ഞാൻ മുമ്പ് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്ന റൂട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ട്രെയിൻ ചെയ്തിട്ട് പിന്നെ പോകുന്ന വഴിക്ക് ഫുള്ളും എന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ താഴെ ഫുള്ളും കൊക്കയാണ്. പിന്നെ ആവശ്യമുള്ള വണ്ടികളൊക്കെ ഈ റൂട്ട് വഴി സഞ്ചരിക്കുന്നുണ്ട്. നമ്മളെ ഫ്രണ്ടിലും ബാക്കിലേക്ക് ആയിട്ട്. പിന്നെ പോകുന്ന വഴി കുന്നും മലകളും പിന്നെ നല്ല കാറ്റാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് നല്ല കാറ്റാണ്. നമ്മൾ പാലരുവിയുടെ മെയിൻ എൻട്രൻസ് നമ്മൾ എത്തിച്ചേർന്ന് നമ്മൾ പാലരുവിയിലല്ലേ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ റോസ്മല. അപ്പം ഈ പാലരുവി പോകുന്നതിനുള്ള മെയിൻ എൻട്രൻസ്. അങ്ങനെ പാലരുവിയുടെ കുറച്ച് ബോർഡുകളും അങ്ങനെ കുറച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ചെറിയ ഷെഡും വെച്ചിട്ടുണ്ട്. ഈ പോകുന്ന വഴിക്ക് ഈ പാലവും എന്ന് വെച്ചാൽ അതിൻ്റെ മണ്ടേക്കൊക്കെ ട്രെയിൻ പോകും. ഈ പാലം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല നീളമുണ്ട്. ഇതിനെന്താ പേര് വല്ലതും പറയുകയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്ന് വെച്ചാൽ കിണറാണൊക്കെ ഇരിക്കുക. അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് ഫുള്ളും എന്ന് വെച്ചാൽ താഴേക്കുള്ള റോഡൊക്കെ പോകുന്നുണ്ട്. നല്ല കാഴ്ചകളും എന്ന് വെച്ചാൽ ഫുള്ളും ഈ റോഡിലൂടെ അധികം വെയിലില്ല. ഫുള്ളും തണല. എന്ന് വെച്ചാൽ രണ്ട് സൈഡും ഈ റോഡ്. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മൾ റോസ്മല പോകുന്നേക്കുള്ള എന്ന് വെച്ചാൽ ആ വണ്ടി വെച്ചാക്കുന്ന അടുത്തൂടെ നമ്മൾ റോസ്മലയിലേക്കൊക്കെ പോകുന്നത്. അതുവഴി റോസ്മല ഇപ്പം നമ്മളെ ചുറ്റുമൊപ്പം കാട്. ഇവിടെ തന്നെ അങ്ങോട്ടൊക്കെ കാണാം. ഈ വെള്ളമെല്ലാം ഒഴുകി അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്ത് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്.
അവിടെ നിന്ന് തോന്നെ ദൂരമുണ്ട് നമ്മൾ റോസ്മല പോകാൻ. റോസ്മല പോകാൻ ഇച്ചിരി ദൂരമുണ്ട്. ഇത് മെയിൻ എൻട്രൻസ് ആണ് ഈ റോസ്മലയിൽ പോകുന്നത്. ഈ മെയിൻ എൻട്രൻസിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് ഒരു മയിലിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മയിലിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് ആ മയിൽ പെട്ടെന്ന് അത് പേടിച്ചത് ഓടിപ്പോയി. അതിപ്പോൾ അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ ഈ പോകുന്ന വഴിക്കുള്ള യാത്ര എന്ന് പറയുന്നത് ട്രക്കിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവർക്ക്, അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ യാത്ര ചെയ്യാം. എന്നുവെച്ചാൽ നല്ല രീതിയിൽ ട്രക്കിങ് എന്ന് വെച്ചാൽ ഈ വീഡിയോ നമ്മൾ രാവിലെ റോട്ടിൽ കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല വീഡിയോക്ക് കുഴപ്പമൊന്നും, പക്ഷേ ഈ പോകുന്ന വഴിയുള്ള നമ്മൾ ട്രക്കിങ് ആയതുകൊണ്ട് വീഡിയോ നല്ല രീതിയിൽ ഷേക്ക് ആവുന്നുണ്ട്. ഞാൻ അധികം വീഡിയോയ്ക്ക് സ്പീഡ് ഇട്ടിട്ടില്ല. സാധനം നോർമലി ഇടുന്ന കണക്കാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. പക്ഷേ നല്ല ട്രക്കിങ്ങാണ് ഈ വീഡിയോ. ഈ പോകുന്ന വഴിക്ക് ഫുൾ നമ്മൾ കാടാണ്, ശരിക്കും കാട് എന്ന് വെച്ചാൽ രണ്ട് സൈഡ് നോക്കിയാലും ഫുള്ള് കാടിൻ്റെ മധ്യത്തൂടെയാണ് നമ്മൾ യാത്ര. ഇന്ന് പോകുന്ന വഴിക്ക് ഫുള്ളും നമ്മൾ ഈ വെള്ളം മുറിച്ച് കിടക്കുന്ന റോഡുകളൊക്കെ കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് നമ്മുടെ കിളികളുടെയൊക്കെ ശബ്ദവും അങ്ങനെയൊക്കെ നമുക്ക് കേൾക്കാനായിട്ട്. ഈ പോകുന്ന വഴിക്ക് ഫുള്ളും തണുപ്പാണ്. എന്നുവെച്ചാൽ അധികം വെയിൽ ഇല്ല, വെയിലിങ്ങനെ ചെറുതായിട്ടൊക്കെയാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഫുള്ളും ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വീടും അടുത്ത് ഹൈറ്റുള്ള അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് നമുക്ക് വീടുകളൊക്കെ കാണാൻ പറ്റും. മലയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു പാറക്കെട്ടുകൾ, ആ പാറക്കെട്ടുകളിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി എന്ന് വെച്ചാൽ ആ പൊക്കത്തിൽ നിന്ന്, ആ മേലിൽ നിന്നാണ് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത്. അതുകൊണ്ട് ഇതുവഴി നമുക്ക് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റും. വെള്ളത്തിൽ കൂടെ നമുക്കിങ്ങനെ നടക്കാൻ പറ്റും. വെള്ളത്തിൽ അത് കണക്ക് മേലിൽ ഇങ്ങനെ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഇങ്ങനെ വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇതാണ് നമ്മൾ അവിടെ നിന്ന് വന്ന വഴിയാണ്. അവിടെ വലിയ പാറകളും പിന്നെ അത് മൊത്തം കാണാം. അങ്ങ് ദൂരോട്ട് നോക്കുമ്പോൾ വലിയ കാടാണ്. അതങ്ങ് ഒറ്റ മനുഷ്യനില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഈ റൂട്ടിലിപ്പോൾ. അത് കണക്ക് വേറെ ആരും ഇല്ല ഈ റൂട്ടിൽ മൊത്തം. ഈ റൂട്ടിൽ മൊത്തം നമ്മൾ മാത്രമേ ഉള്ളൂ. അത് കണക്ക് ഇവിടെ മൊത്തം വെള്ളം ഇങ്ങനെ ഒഴുകി നേരെ താഴേക്ക് ഒഴുകി പോകും. അതൊക്കെ മേലത്ത് വലിയ പാറകളും അതൊക്കെ വലിയ ചെറിയൊരു നല്ല കാടാണ്. ഈ ഭാഗം വന്ന് നല്ല കാടാണ്. ഇതൊക്കെ കണ്ട നേരെ താഴേക്ക് ഒഴുകി വെള്ളം നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഒഴുകി അങ്ങോട്ടാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഓക്കെ ആണോ, ഇപ്പം നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? നമ്മളിപ്പോ റോസ്മല പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിയാണ്. ചുറ്റും മൊത്തം കാട്, വേറെ ആരും ഇല്ല. നല്ല രീതിയിൽ കേൾക്കത്തില്ല. വെച്ചാൽ ഈ ഓടിക്കുന്നവരെ എക്സ്പീരിയൻസ്, ബാക്കിരിക്കുന്ന എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഓടിച്ച് കയറ്റാൻ പറ്റില്ല. അപ്പൊ ഇവനെ അവിടെ ഇറങ്ങി പോയി നടന്നു വരികയാണ് ഇങ്ങോട്ട്. നല്ല ഏകദേശം നോക്ക് നല്ല കയറ്റം, ബാക്കിൽ നല്ല കുത്തനെയുള്ള കയറ്റം. ഈ റോഡിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പക്ഷെ വണ്ടി ഇച്ചിരി തണുക്കാന്ന് വെച്ചാൽ നല്ല കയറ്റുണ്ട്. ഇപ്പൊ വണ്ടിയുടെ ഓയിൽ നല്ല രീതി ഇപ്പോഴും എൻ്റെ കിതപ്പ് മാറിയിട്ടില്ല. നല്ല കിതപ്പാണ് ഓടിക്കുന്ന. ഇനി നമുക്ക് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് ദൂരം അതറിയാൻ വേണ്ടി നമ്മളിപ്പോ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്തുവാണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഫോൺ സിഗ്നൽ ഉണ്ടാന്ന് നോക്കിയേ. ഇപ്പൊ ഫോണിൽ സിഗ്നൽ പോലും കാണത്തില്ല. ഇവിടെ മൊത്തം കാടെന്ന് വെച്ചാൽ അവിടെ സിഗ്നലാണ്, കണ്ണും കാണത്തില്ല. ഇപ്പൊ നമ്മൾ രണ്ടും മാത്രം. ഇപ്പം നമുക്ക് റോഡ് നിശബ്ദത. ഇവിടെ ഒറ്റ മനുഷ്യരില്ല. നമ്മള് ഇപ്പൊ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് അടിപൊളിയായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം, വോയിസ് ഓവർ കൊടുക്കാം. പിന്നെ അതേപോലെ ചെറിയ വവ്വാലിൻ്റെ കടച്ചിലും പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ മറ്റേ മയില്, അതിൻ്റെയൊക്കെ നല്ല ശബ്ദം. നമ്മൾ വന്ന സമയത്ത് മയിലിനെ കണ്ടിട്ടാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വീഡിയോയ്ക്കകത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ റോസ്മലയിലേക്ക് എത്താണ്. ഇനി നല്ല മാസങ്ങളിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല കൊക്കയാണ്. ഈ ചുറ്റും മൊത്തം കാണാം, വേറെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ അടിപൊളിയാന്ന് വെച്ചാൽ ഇപ്പം ചെറിയ ചൂടാണ്, തണുപ്പ് കാലാവസ്ഥ. നമ്മൾ വന്ന ഭാഗങ്ങളെല്ലാം ഇങ്ങോട്ട് രാവിലെ വന്നപ്പോഴത്തേക്ക് ചൂടായിരുന്നു. ഇപ്പൊ എങ്ങനെ തണുപ്പാണോ ചൂടാണോ? ഇപ്പൊ നല്ല തണുപ്പുണ്ടാവും. ചെറിയ തണുപ്പ്. ഏകദേശം 10 മണി കഴിഞ്ഞ് നമ്മള് ഇപ്പം ഏകദേശം സമയം നോക്കുമ്പോഴത്തേക്ക് മണി 11 മണി. എന്നിട്ട് ഒരു നല്ല ചൂടായി. രാവിലെ 6 മണിയുടെ ഒരു ഫീലിംഗ് ആണ് അല്ലേടാ. പക്ഷെ ഇവിടെ വന്നിട്ട് നല്ല ചെറിയ വെച്ചാൽ നമ്മളെ മാത്രമേ, പക്ഷെ പക്ഷികളൊന്നും കണ്ടിട്ടില്ല. നമ്മൾ വന്നത് മയിലിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയും നല്ല കാഴ്ചകൾ നമ്മൾ വീഡിയോയിലൂടെ മാക്സിമം കാണിക്കും. അത് നമ്മൾ റോസ്മലയിലേക്ക് പോകുമ്പോൾ നമ്മൾ വണ്ടിയിലായിരുന്നു. പിന്നെ ഭയങ്കര കയറ്റം. നമ്മൾ നടക്കേ നോക്ക്, നല്ല കയറ്റം. ചുറ്റും മൊത്തം വനം, വേറെ ഒന്നുമില്ല. നമ്മൾ രണ്ടുപേരും മാത്രം. അങ്ങനെ നോക്കുക.
ഇത് നമ്മളെല്ലാം മറ്റേ ചെറിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, ഇത് അതിൻ്റെ വലുതാണ്. ഇത് വെള്ളം അവിടെ നിന്ന് ഏകദേശം ഒഴുകിയാണ് ഇങ്ങനെ വന്ന് ഇത് നമുക്ക് വെള്ളത്തിൽ കൂടെ നടന്ന് നമുക്ക് ഇങ്ങനെ അങ്ങ് അപ്പുറം വരെ പോകാൻ പറ്റും. ഇത് വെള്ളം ഒഴുകി നേരെ അങ്ങ് പോകാം. ഇവിടെ നല്ല കുത്തൊഴുകുണ്ട് വെള്ളത്തിൽ. നമുക്ക് ഇതുവഴി വരാം. ഇതുവഴി നമുക്ക് നടന്ന് വെള്ളത്തിൻ്റെ നമ്മുടെ വെള്ളത്തിൽ കൂടെ നടന്നാൽ ഇപ്പോൾ ഇവിടെ വരാമെന്ന്. ഇത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് വെള്ളം എപ്പുറത്തോളം നടന്ന് വെള്ളം നട ഇതുവഴി കുത്തി ഒഴുകി അങ്ങ് പോകാം. ദൂരേക്ക് അങ്ങോട്ട് വെള്ളം ഒഴുകുക. നമ്മൾ അതിനോട് അടുക്കുന്തോറും എന്ന് വെച്ചാൽ ഈ പോകുന്ന വഴിക്കെല്ലാം ഫുള്ള് വെയിലാണ്. പിന്നെ ദൂരേക്ക് നോക്കുമ്പോഴത്തേക്ക് വലിയ മലകളൊക്കെ കാണാൻ പറ്റും. വെയിലിൽ ഫുള്ളും ചെറിയ കാടും പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് നമ്മളീ പോകുന്ന റൂട്ടിലൊക്കെ. പിന്നെ ആൾക്കാരെയൊക്കെ നമ്മൾ 2-3 പേരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ ഉള്ളതാണെന്ന് തോന്നുന്നു, നമ്മൾ വഴി ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പോകുന്ന വഴിക്ക് ഇതൊക്കെ എന്തോ സംഭവം എന്ന് എനിക്കറിയത്തില്ല. അതിനൊക്കെ ഇവിടെയും ആയിട്ട് പിന്നെ ഇതൊക്കെ ഇവിടെ കാണല്ലേ, ഇവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ അപ്പുറവും ഇപ്പുറമൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം മെയിൻ നമ്മൾ പ്ലേസ് റോസ്മലയിലെ എൻട്രൻസിലെത്തി. ഈ കാണുന്നത് റോസ്മലയിൽ നിന്ന് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ റോഡ് നേരെ കയറി ചെല്ലുന്ന നമ്മളെ മെയിൻ ടിക്കറ്റ് എടുക്കുന്ന ഭാഗം. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. പിന്നെ ഈ ദൂരെ കാണുന്ന മൊത്തം മലകളും കുന്നുകളൊക്കെ. പിന്നെ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാനുള്ള സ്പേസും വെള്ളവും സ്നാക്സ് അങ്ങനെയൊക്കെ മേടിക്കാനുള്ള ഇതൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഏകദേശം 3 രൂപ വെള്ളമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരെ ഫുഡ് കഴിക്കാനൊക്കെ നമ്മൾ നിർത്തിയിട്ടുള്ള വീഡിയോസൊന്നും നമ്മുടെ വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ഈ കാണുന്നതെല്ലാം വലിയ വലിയ മലകളൊക്കെയാണ്. പിന്നെ താഴെ അത് എന്തോ എനിക്കറിയത്തില്ല, അത് എന്താ അറിയില്ല. പിന്നെ ഇവിടെ മൊത്തം ചെടികളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ മൊത്തം ചെടി. നമ്മൾ വന്ന സമയത്ത് അത്യാവശ്യം തിരക്കുകളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് ഏകദേശം 80 രൂപ ടിക്കറ്റ് റേറ്റ് വരും. പിന്നെ എൻ്റെ റൂട്ട് വരുന്നത് നമ്മൾ തെന്മല കഴിഞ്ഞ് ആര്യങ്കാവ് എത്തുന്നതിന് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് മുമ്പായിട്ട് വലത്തേക്കൊരു വഴിയുണ്ട്. അതാണ് എൻ്റെ റൂട്ട് വരുന്നത്. പിന്നെ ഇവിടെ ചെറിയ ബോർഡും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ടിക്കറ്റ് ആ ഒരു ഷെഡിൻ്റെ തൊട്ട് താഴെ ആ ജീപ്പ് കിടക്കുന്നതിൻ്റെ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ആ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ ടിക്കറ്റ് എടുത്തിട്ടാണ് പിന്നെ നമുക്ക് അതുവഴി നേരെ കയറി അകത്തേക്ക് പോകുമ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം ഈ വന്യജീവികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കെട്ടിയിട്ടുണ്ട്, ഒരു കമ്പി കണക്ക്. അങ്ങനെ നമുക്ക് ഇതുവഴി നേരെ മുകളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും. പോകുന്ന വഴിക്ക് ചെറിയ വെയിലുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് അത്ര തണുപ്പില്ല. എന്ന് വെച്ചാൽ വെയിലുണ്ട്. നമ്മൾ സാധനം ഉച്ച വെയിൽ കണക്ക്. ഏകദേശം അവിടെ നിന്ന് ഒരു 7:50 ആയപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 11 മണി 11:30 ആയി നമ്മൾ എത്തിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അങ്ങോട്ടൊന്നുമില്ല, അങ്ങോട്ടൊക്കെ ക്ലോസ് ചെയ്തിട്ട്. പിന്നെ ഈ ഭാഗങ്ങളിൽ നമുക്ക് ട്രക്കിങ് എന്ന് വെച്ചാൽ നമുക്ക് നടന്ന് എന്ന് വെച്ചാൽ കുന്നും എന്ന് വെച്ചാൽ ചെറിയ വലിയ വലുതും ചെറുതായിട്ടുള്ള നല്ല വലിയ പാറകളൊക്കെ ഉണ്ട്. ഈ കയറ്റമ്മ കയറാണ്ട്. ഈ കയറ്റമ്മ കയറി ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് നടക്കുമ്പോഴത്തേക്ക് നമ്മളെ നമ്മളെ സ്പോട്ടിലേക്ക് എത്തും. അങ്ങനെ ഈ സൈഡിലെല്ലാം വലും കുന്നും കാടും മരങ്ങളൊക്കെ ആയിട്ടാണ്. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ പ്രത്യേകിച്ച് വേറെ ജസ്റ്റ് കാണാനൊന്നുമില്ല. ഫുള്ളും മൊത്തം പാറയാണ്. പിന്നെ ജസ്റ്റ് നമ്മൾ കണ്ടിട്ടിനകത്തെന്ന് വെച്ചാൽ ഒരുപാട് മരങ്ങളുടെ പേരുകളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഏതാ മരം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ ജസ്റ്റ് ഈ ബോർഡ് കണക്കുള്ള അതൊക്കെ അതിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് പറയാൻ വിട്ടുപോയതാണ്. എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലപ്പേരുകൾ ഞാൻ ഇനി ഇതുവരെ കേൾക്കാത്ത സ്ഥലപ്പേരുകളൊക്കെ നമുക്ക് കാണാം. എന്ന് വെച്ചാൽ കണ്ടു പരിചയമില്ലാത്ത പേരുകളൊക്കെ നമുക്ക് പുതിയതായിട്ട് അറിയാവുന്ന കുറേ പേരുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും.
ഇനി അങ്ങോട്ട് വീഡിയോയിൽ വോയിസ് ഓവർ ഉണ്ടാകത്തില്ല. അപ്പം മാക്സിമം ഞാൻ ലൈവ് വീഡിയോ ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പറയാനുള്ളത്, ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം ഞാൻ പുതിയ വീഡിയോസ് എല്ലാം കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ വീഡിയോസിൻ്റെ അവസാനം എൻഡിങ് പറയുന്നില്ല, അല്ലാതെ വീഡിയോ നിർത്തുകയാണ്. ഇനി ഞങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് മുന്നോട്ട് പോവുക. നമുക്ക് പുതിയ കിടിലൻ വീഡിയോസുമായി വീണ്ടും കാണാം. അത് നമ്മൾ ഈ മലയെ എന്ന് വെച്ചാൽ വലിയ വലിയ പാറയും മലയൊക്കെ കടന്ന് നമ്മൾ ഏകദേശം നമ്മളെ ദേശീയ സ്ഥാനത്തേക്കും ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട്. അത് കാണുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ ചെറുതായിട്ട് നമ്മളൊന്ന് കിറക്കിച്ചിട്ട് നടക്കാനുള്ളതുകൊണ്ട് ഇച്ചിരി തണലിൽ ഇച്ചിരി വെയിൽ നമ്മൾ ജസ്റ്റ് ഇരുന്നിട്ടൊക്കെയാണ് അങ്ങോട്ട് എത്തിയത്. എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം പാറ, ഞാൻ നേരത്തെ പറഞ്ഞ ട്രക്കിങ്ങൊക്കെ നമുക്ക് നടന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ വണ്ടിയിലാവുന്നത്. അപ്പോഴത്തേക്ക് നമ്മളെ മെയിൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കയറി ചെല്ലുന്നത് നമ്മളെ മെയിൻ ഭാഗത്തേക്ക്. ഇവിടെ ഉള്ള കാര്യങ്ങളും ഞാൻ ജസ്റ്റ് വോയിസ് ഓവർ ചെയ്യുന്നില്ല. എല്ലാവരും കണ്ട് ഞാൻ വീഡിയോക്കകത്ത് അങ്ങോട്ട് തുടർന്ന് ബാക്കി കാര്യങ്ങളുടെ ഫുൾ വീഡിയോ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് അങ്ങോട്ട് എല്ലാവരും കാണുക. There's a beauty in the way you're worn and the sharpness of your thorns, so vibrate in the imperfections. In the pain there's something real, all that anger so concealed. Still you're lost in how to feel, just let me hold that severed heart. സോളാർ വെച്ചിട്ടുണ്ട്, അതേപോലെ അപ്പത്തും സോളാർ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് വഴി കയറി ഞാനിത് ജസ്റ്റ് താഴോട്ടിറങ്ങി പോവേ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വന്ന് നമ്മൾ മുകളിൽ ടവർ വെച്ചിട്ടുണ്ട്. ഇവിടെ സോളാറ് നമ്മൾ ഇതുവഴി കയറിയാണ് മേലോട്ട് പോകേണ്ടത്. എന്ന് വെച്ചാൽ ടോപ്പ് കാണണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മണ്ണിൽ സ്റ്റെപ്പ് കയറി ഇട്ടാണ് നമ്മൾ മുകളിലേക്ക് വരാൻ. അവിടെ ചെറിയ ടാങ്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മഴവെള്ള സംഭരണി ആണ് എന്ന് തോന്നുന്നു. പിന്നെ സോളാറ് അപ്പുറത്ത് മറ്റേ വേലി കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മുകളിലേക്ക് വന്ന് അവിടെ തന്നെ ആൾ നിൽപ്പുണ്ട്. ഇപ്പം നമ്മൾ റോസ്മലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ റോസ്മലയിൽ ഇതിൻ്റെ താഴെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് കുന്ന് കയറി, അതായത് ജസ്റ്റ് പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ നമ്മൾ കയറിയിട്ട് നേരെ നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ വന്നു. അതായത് താഴെ അവിടെ ടിക്കറ്റ് എടുത്ത് നേരെ ആ കുന്ന് കയറി പാറക്കെട്ടുകളുടെ ഇടയിൽ കുന്ന് കയറിയിട്ട് നമ്മൾ അവിടെ വന്നിട്ട് തൊട്ട് താഴെ എന്ന് വെച്ചാൽ ഈ വീഡിയോ അത് പടം വരച്ച് വെച്ചെന്നൊക്കെ എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ആ വെള്ളം, വീഡിയോയിൽ കാണിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ആ വെള്ളം ജസ്റ്റ് അനങ്ങത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നുണ്ടായിരിക്കാം. ജസ്റ്റ് നമ്മളൊരു വീട്ടിൽ നമ്മൾ ചെറിയ 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 ദ്വീപുകൾ കണക്ക് നമ്മൾ ഈ ജസ്റ്റ് ഇങ്ങനെ ഈ പടം എന്ന് വെച്ചാൽ നമ്മളൊരു ജസ്റ്റ് പിക്ചർ നോക്കുന്ന വെള്ളം എക്സ്പീരിയൻസ് എങ്ങനെ അടിപൊളിയല്ലേ. ഇവിടെ നമ്മൾ വന്ന ട്രക്കിങ്ങും എല്ലാം എന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. വേണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് നോക്കുമ്പം ആ വെള്ളം അനങ്ങുന്നില്ല. എന്ന് വെച്ചാൽ ആ ഒരു ജസ്റ്റ് നമ്മളെ പിക്ചറിൽ കാണുന്നതൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. വെച്ചാൽ നമ്മളിവിടെ നിന്ന് നോക്കുന്നുണ്ടായിരിക്കും, ശരിക്കും അത് മൂവ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പിന്നെ ദൂരോട്ട് നോക്കുമ്പോഴത്തേക്ക് വലിയ കുന്നും അത്യാവശ്യം ഇപ്പം നല്ല വെയിലുണ്ട്. ഇപ്പം ഇവിടെ തിരക്കുകളൊന്നുമില്ല, ശാന്തമാണ്. പിന്നെ ദൂരെ നോക്കുമ്പോൾ അങ്ങനെ ദൂരെ നിന്നാണ് ആ വെള്ളം എന്ന് വെച്ചാൽ ആ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നത് നോക്കാൻ കാണാം. പിന്നെ ജസ്റ്റ് പുഴയുടെ മധ്യത്ത് ജസ്റ്റ് ഈ കാട്ട് പോലെ അങ്ങനെ എന്തോ ഒരു സംഭവം അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ നമ്മളെ ആ ടോപ്പിൽ നിന്നിട്ട് ഇവിടെ സൈഡിലുള്ള വ്യൂ, പിന്നെ ഇവിടെ ഒരു ടവർ നിൽക്കുന്നുണ്ട്.
അതേപോലെ ഇവിടെ സോളാറുണ്ട്, അതേപോലെ അപ്പുറത്തൊക്കെ സോളാർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് പിന്നെ ഇങ്ങോട്ട് വന്യജീവികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ടി അടച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു തൊട്ടപ്പുറത്ത് നോക്കുന്നത് വലിയ കുന്നുകളൊക്കെയാണ്. പിന്നെ ഇത് നമ്മൾ താഴേന്ന് ആ സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരണം. ഇവിടെയെങ്കിലും ജസ്റ്റ് ആരുമില്ല, ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നമ്മളെ മറ്റെല്ലോ മഴ പെയ്യുമ്പോഴത്തേക്കോ വെള്ളം ആ സംഭരണിയാണ്. പിന്നെ അവിടെയൊക്കെ സോളാറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് താഴെ നോക്കുമ്പം ഉള്ള വ്യൂ അങ്ങനെ ആ ഒരു ഭാഗത്തു നിന്നാണ് പുഴ ഒഴുകി വരുന്നത്. സംഭവം ഒന്നും പറയാനുള്ള ഒരു രക്ഷയില്ല. ഇപ്പം വെയിൽ, പക്ഷെ മോർണിംഗിലൊക്കെ വന്ന വെയിൽ കുറവായിരിക്കും, സൂപ്പറായിരിക്കും. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ കാണും. ഇപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇപ്പം ഏകദേശം സമയം 11:30-12 മണിയായിട്ടാണ്, 12 കാലമായിട്ടുണ്ട്. ഉച്ച വെയിലായിട്ട് പക്ഷെ ഇവിടെ നോക്കുമ്പോൾ വ്യൂ ഒന്നും പറയാൻ അടിപൊളിയാണ്. നമ്മൾ വന്ന് ഒരിക്കൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണം, അടിപൊളിയായിരുന്നു. അങ്ങനെ നോക്കൂ ഗായ്സ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ മുകളിലുള്ള വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ജസ്റ്റ് താഴെ നമ്മൾ ഇവിടെ കയറിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഉള്ള ഇരിക്കാനുള്ള ഇരിപ്പിടം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്ക് വലിയ പാറകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ബാക്കിൽ നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. അങ്ങ് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇപ്പം വെയിലായതുകൊണ്ടായിരിക്കാം വീഡിയോയിൽ വരെ കാണാൻ പറ്റാത്തത്. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അധികം ദൂരെയും അങ്ങ് വെള്ളം വെച്ചാൽ വെള്ളം മൂവ് ചെയ്യുന്നുണ്ട്. സംഭവം നമ്മൾ ഫോട്ടോയുടെ അടുത്താണൊക്കെ ഇരിക്കും. ഒട്ടും മെയിനാണ്. ഇപ്പം ഏകദേശം സമയം 12 മണിയായിട്ടുണ്ട്. പിന്നെ ഇത് മുകളിലേക്ക് നമ്മൾ ആ ഒരു പിന്നെ ഇതിൻ്റെ ബാക്ക് വശം ഇവിടെ മൊത്തം ജസ്റ്റ് പാറയാണ്. നമുക്ക് ജസ്റ്റ് ഈ വഴി മുകളിലേക്ക് കയറിപ്പോകാൻ പറ്റും. ഇത് നമ്മൾ മറ്റേ മഴവെള്ള സംഭരണിയാണ്. ഇനി വഴി നമുക്ക് മുകളിലേക്ക് കയറി ആ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറിയെന്ന അവിടുത്തെ വ്യൂ പോയിൻ്റാണ്.